ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ലക്കി ഭാസ്കർ ഇന്ന് OTT-യിലേക്ക് എത്തുകയാണ്. 28 ദിനമാണ് സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നലെ 27-ാം ദിനത്തെ റെക്കോർഡ് കളക്ഷൻ തന്നെ കാണാം. അതായത് ഓൾ ഇന്ത്യയിൽ നിന്ന് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നത്. ഒരു സിനിമ OTT-യിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസമുള്ള കളക്ഷനാണ്. ഇന്നത്തെ കളക്ഷനും സമാനമായ രീതിയിൽ തന്നെയാണ്. ഇന്നലെ കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയത് ഏകദേശം 10 ലക്ഷത്തോളം രൂപയായിരുന്നു എന്നുള്ളതാണ്. മികച്ച രീതിയിലുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് മാത്രം കേരളത്തിൽ നിന്ന് സിനിമ 1.5 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത്. ഇന്നും സിനിമയ്ക്ക് ഏകദേശം 10 ലക്ഷം രൂപയോളമാണ് കളക്ഷൻ വരാൻ പോകുന്നത്. ഇതുവരെയുള്ള സ്റ്റാറ്റസ് അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ഇന്നലത്തേനെ പോലെ തന്നെ കളക്ഷൻ പോകുന്നു. തമിഴ്നാട്ടിലാണ് സിനിമയ്ക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഏകദേശം 29 ലക്ഷത്തോളം രൂപയായിരുന്നു സിനിമയ്ക്ക് അവിടെ നിന്ന് മാത്രമായിട്ട് കിട്ടിയിരിക്കുന്നത്. എന്തായാലും 50-60 ലക്ഷം കോടിയോളം രൂപയാണ് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയ്ക്ക് ഡെയിലി ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ടുള്ള കളക്ഷനായിട്ട് വരുന്നത്. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് 23 കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് 17 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. ശ്രീലങ്കയിൽ നിന്ന് സിനിമയ്ക്ക് 5.5 കോടിയോളമാണ് കളക്ഷൻ പുറത്ത് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ലക്കി ഭാസ്കർ ഇന്ന് OTT-യിലെത്തുമ്പോൾ ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്. സമീപകാലത്ത് ഇറങ്ങിയ സിനിമകളിൽ ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ വന്നിരിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക്. വലിയ സിനിമകളുടെ ഒപ്പം ഇറങ്ങിയ ഈ ഒരു സിനിമ ഇന്ന് ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളുടെ പേരിലേക്ക് വരുന്നു. വെങ്കി ആൾട്ടൂരി ഈ ഒരു സിനിമ ഇറക്കുന്നതിന് മുമ്പ് അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു ഇതൊരു മികച്ച സിനിമയായിരിക്കും എന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട് തന്നെ അവർ ഒരു കാര്യം ചെയ്തിരുന്നു. സിനിമ റിലീസിൻ്റെ തലേ ദിവസം ഏകദേശം 600-ന് മുകളിലുള്ള ഷോകൾ എല്ലാ സ്ഥലങ്ങളിലും വെച്ചു. അത് ഗംഭീരമായിട്ടുള്ളൊരു സക്സസ്സായി. അവിടുന്ന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് സിനിമ പിന്നീട് കുതിച്ച് കയറുന്നത്. ദുൽഖറിൻ്റെ സിനിമകൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് നമുക്കിങ്ങനെ കാണാൻ കഴിയുന്ന ചുപ്പ് എന്ന ഹിന്ദി സിനിമ വരികയും അതിനും ഇതേപോലെ തന്നെ ഉള്ള പ്രീമിയർ ഷോകൾ വെക്കുകയും ആ ഒരു പ്രീമിയർ ഷോയിൽ നിന്ന് കിട്ടിയ മൗത്ത് പബ്ലിസിറ്റിയോടെ സിനിമ വമ്പൻ ഹിറ്റ് അടിക്കുകയും ചെയ്ത കാര്യമാണ്. ഇവിടെയും പ്രീമിയർ ഷോ ഏകദേശം വമ്പൻ രീതിയിൽ നടക്കുകയും പിന്നീട് അതിൻ്റെ തരംഗം ഇന്ന് വരെയും നിലനിർത്താനും കഴിഞ്ഞു എന്നുള്ളതാണ്. സിനിമ ഏകദേശം 50 കോടിക്ക് മുകളിലാണ് OTT നെറ്റ്ഫ്ലിക്സിന് വിറ്റുപോയിരിക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നത്. ഇന്നോടുകൂടി 5 ഭാഷയിലാണ് സിനിമ എത്താൻ പോകുന്നത്. 4 ഭാഷകളിൽ നിന്ന് മാത്രമുള്ള കളക്ഷനിലൂടെയാണ് സിനിമ 120 കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.